ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷാ ക്രമക്കേടിൽ ഉദ്യോഗാർത്ഥികളുടെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച് SIT. PSC ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. പ്രാഥമിക റിപ്പോർട്ട് ഈ മാസം 25-ന് DGPക്ക് കൈമാറും. ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട PSCക്ക് തിങ്കളാഴ്ച കത്ത് നൽകും. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തും. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും വിമതശല്യവും ചർച്ചയാകും. പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ തിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകും. നേതൃമാറ്റം തൽക്കാലം ചർച്ചയാകില്ലെന്ന് നേതാക്കൾ. കണ്ണൂർ പയ്യന്നൂരിൽ അനസ്തേഷ്യയ്ക്ക് പിന്നാലെ ഗുരുതരാവസ്ഥയായി മരിച്ച 1.5 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ചികിത്സയിലായിരുന്ന ദേവാൻഷ് മരിച്ചത് ഇന്നലെ രാത്രി. സംഭവം പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ. രക്ഷിതാക്കളുടെ പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസെടുത്ത പോലീസ്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചുണ്ടിൽ മുറിവേറ്റതിനെ തുടർന്ന്. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ 5ാം ക്ലാസ്സുകാരിയെ അടിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ കേസ്. പരാതി കലിങ്ങമ്പാറ MSMHSS ഗണിതാധ്യാപകൻ ബൽരാജിനെതിരെ കേസെടുത്തത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ കണ്ടെത്താനുള്ള ഒരാൾക്കായി ഇന്നും തെരച്ചിൽ തുടരും. കണ്ടെത്താനുള്ളത് ഹിമാചൽ സ്വദേശി വിക്രം റാണയെ. സോൺ 3 കേന്ദ്രീകരിച്ച് തെരച്ചിൽ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. ഓസ്ട്രേലിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച ഹോട്ടലിലെത്തിയ തീവ്ര വലതുപക്ഷ പ്രവർത്തകന്റെ പ്രതിഷേധത്തിൽ അന്വേഷണം. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇയാൾ എങ്ങനെ മറികടന്നെന്ന് അന്വേഷിച്ച ഇന്ത്യൻ ഏജൻസികൾ. പ്രതിഷേധം ഓസ്ട്രേലിയൻ ഇന്ത്യക്കാർ വേണ്ടെന്ന മുദ്രാവാക്യമുയർത്തി. പ്രധാനമന്ത്രിയുടെ ന്യൂസിലാൻഡ് പര്യടനം തുടരുന്നു. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീണ ക്ലോക്ക് ടവർ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തി ഇന്ന് തുടരും. ഇന്ന് പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ ശ്രമം. 2-3 ട്രാക്കുകളിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. കൊച്ചി MG റോഡിൽ അപകടാവസ്ഥയിൽ ചരിഞ്ഞ കെട്ടിടം ഇന്ന് പൊളിച്ചു മാറ്റും. കെട്ടിടം ചരിഞ്ഞത് ജാക്കി ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ SIT റിപ്പോർട്ട് തിങ്കളാഴ്ച. ചമ്പത് റായ്ക്കെതിരെ കേസെടുക്കണോ എന്നതിൽ റിപ്പോർട്ട് നിർണായകം. ED അന്വേഷണം വേണോ എന്നതിലും റിപ്പോർട്ടിന് ശേഷം തീരുമാനം. ഇത്ര വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ മിണ്ടാട്ടമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കയോട് ചർച്ചയ്ക്ക് അഭ്യർത്ഥിച്ചെന്ന പ്രസിഡന്റിന്റെ വാദം കള്ളമെന്നും ഇറാന് മേലുള്ള ഉപരോധങ്ങൾ കടുപ്പിച്ച അമേരിക്ക. മുസ്തഫ ഖമനയുടെ ഫണ്ട് മാനേജർക്കും എക്സ്ചേഞ്ച് കമ്പനികൾക്കും സാമ്പത്തിക ഉപരോധം. ഇറാനിൽ ആക്രമണം തുടർന്ന അമേരിക്ക. ബെൽജിയത്തെ വീഴ്ത്തി സ്പെയിൻ ലോകകപ്പ് സെമിയിൽ. ജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. മിക്കേൽ മെറീനയുടെ വിജയ ഗോൾ പിറന്നത് 88-ാം മിനിറ്റിൽ. സ്പെയിൻ സെമിയിലെത്തുന്നത് 2010-ന് ശേഷം ആദ്യമായി. സെമിയിൽ എതിരാളികൾ ഫ്രാൻസ്.